അങ്ങനെ അസ്വാരസ്യങ്ങൾക്കും അതൃപ്തികൾക്കും ഒടുവിൽ BJP വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് സന്ദീപ് വാര്യർ എത്തിയിരിക്കുന്നു. പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയാണ് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം നടന്നത്. സംഘടനയിൽ നിന്നും ലഭിച്ചത് ഒറ്റപ്പെടുത്തലും വേട്ടയാടലും മാത്രമായിരുന്നുവെന്ന് സന്ദീപ് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കൈപിടിക്കുന്നത്. എന്തായാലും സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ വിലയിരുത്തലുകളുമായി കോൺഗ്രസ് നേതാവ് വസന്ത് ശ്രീക്കും ഇടത് നിരീക്ഷകൻ ശ്രീ M ജയചന്ദ്രനും നമ്മോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. ഇനി അദ്ദേഹം കോൺഗ്രസിന്റെ വാര്യറായി മുന്നോട്ട് പോകും. ചാനൽ ചർച്ചകളിലൊക്കെ ഇനി കോൺഗ്രസിന്റെ ശബ്ദമാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ വസന്ത് ശ്രീക്ക് ഇപ്പോൾ CPM-ന്റെ പ്രതികരണം വരുന്നത് വിദ്വേഷത്തിന്റെ വക്താവായിരുന്നു സന്ദീപ് വാര്യർ എന്നുള്ളതാണ്. കടുത്ത ഭാഷയിലാണ് MP രാജേഷ് അടക്കമുള്ള വിമർശിക്കുന്നത്. മാത്രമല്ല ഒരുപാട് പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം വരെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ കോൺഗ്രസിനെ വിമർശിച്ച ശക്തമായ പ്രതികരണങ്ങൾ അത് അങ്ങേയറ്റം ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സന്ദീപ് വാര്യർ നടത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇപ്പോൾ ഉൾക്കൊള്ളുമ്പോൾ എല്ലാം വിസ്മരിച്ചു, എല്ലാം അങ്ങനെ വിഴുങ്ങി തന്നെയാണോ താങ്കളടക്കം ചാനൽ ചർച്ചകളിലൂടെയൊക്കെ പ്രതിരോധിച്ച വ്യക്തി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഒപ്പം ചേർന്ന് നിങ്ങളുടെ പാനലിസ്റ്റാണ് അദ്ദേഹം, നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ വക്താക്കളുടെ പാനലിസ്റ്റിലേക്ക് വരികയാണ്. ശ്രീ വസന്ത, നോക്കൂ, ക്രിസ്റ്റൽ ക്ലിയർ സഹാവാണ് സന്ദീപ് വാര്യർ എന്നല്ലേ ബാലൻ സഹാവ് പറഞ്ഞത്? ഇപ്പൊ എന്താ ക്രിസ്റ്റൽ ക്ലിയറിന് ഇച്ചിരി കോട്ടം തട്ടിയോ? ഒരു കാര്യം കൃത്യമായി പറഞ്ഞേക്കാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാം അടുത്തിടയ്ക്ക് കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മെസ്സേജ് ആണ് സന്ദീപ് ഇന്ന് പറഞ്ഞിട്ട് പോയത്. അല്ലാതെ ഈ P സരിനെ പോലെ മിനിഞ്ഞാന്ന് വരെ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ പിറ്റേ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തി അവർ സ്ഥാനാർത്ഥിയാവുകയും ഈ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ആരുടെ ഓഫീസിലാണോ അയാളെ തന്നെ ദ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ട നയമല്ല. സന്ദീപിന് അവസരവാദ രാഷ്ട്രീയമാണ് സന്ദീപിൻ്റെത് എന്ന് വിമർശിക്കുമ്പോൾ നോക്കൂ, സന്ദീപിന് അവസരവാദ രാഷ്ട്രീയമായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതാകാമായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരുപക്ഷെ വസന്ത് ശ്രീക്ക് ഒന്ന് തുടരണം തന്നെ തിരികെ എത്താം. നമ്മോടൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസ് കരം പിടിക്കുമ്പോൾ, കോൺഗ്രസ് പതാക പിടിക്കുമ്പോൾ ഇനിയുള്ള നീക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ഒക്കെ തന്നെയാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ശ്രീ വസന്ത് ശ്രീക്ക് അങ്ങനെ എല്ലാം മറന്ന് സന്ദീപിനെ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. രാഹുൽ ഗാന്ധി അടക്കം അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട്, ഗാന്ധിജി അടക്കം അപമാനിച്ചുകൊണ്ട് പറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ എതിരേൽക്കുന്നതെല്ലാം മറന്നുകൊണ്ട്. സരിൻ എന്താണ് പറഞ്ഞത്? സരിൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതെല്ലാം അതേപടി അവിടെ നിലനിൽക്കുന്നു. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ്, എന്നാൽ ഇന്ന് തൊട്ട് ഇതാ ഞാൻ ഇനി പറയാൻ പോകുന്നത് ശരിയാണ്. അങ്ങനെ അല്ലല്ലോ സന്ദീപ് പറയുന്നത്. അല്ല, സന്ദീപിനെയും സരിനെയും അങ്ങനെ ചേർത്ത് അങ്ങനെ ഒരു തുലാസിൽ വെച്ച് തൂക്കണോ? തീർച്ചയായും രണ്ട് കമ്പാരിസൺ ആണല്ലോ. രണ്ട് നേതാക്കൾ പാർട്ടി വിട്ടു പോകുമ്പോൾ ആരാണ് കൃത്യമായ നിലപാട് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത്, ആരാണ് സ്ഥാനം ആഗ്രഹിച്ചു പോയത് എന്നത് കമ്പയർ ചെയ്യേണ്ടതായി വരും. നോക്കൂ, സന്ദീപ് എന്താണ് പറയുന്നത്? സന്ദീപ് പറയുന്നത് കഴിഞ്ഞ ദിവസം വരെ പറയേണ്ടി വന്നു, അവിടുത്തെ ഒരു തൊഴിലാളി കണക്കെ അവിടെ പറയേണ്ടി വന്നതാണ്. ആ രാഷ്ട്രീയ ആദർശങ്ങളും ആശയങ്ങളുടെയും കുപ്പായം മുഴുവൻ മാരാർജി ഭവനിൽ അഴിച്ചു വെച്ചിട്ട് ഇതാ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ എന്ത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് സന്ദീപിന് രാഷ്ട്രീയ കേരളത്തോട് പറയാനുള്ളത്? വിദ്വേഷത്തിന്റെ ഫാക്ടറി വിട്ട് ഞാനിതാ സ്നേഹത്തിന്റെ കടയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേരളത്തിൽ നിലവിൽ ആരും നടത്തിയിട്ടില്ല. വളരെ കൃത്യമാണ്. അദ്ദേഹം ആശയങ്ങളോട് യോജിച്ചുകൊണ്ട്. അല്ല, ശ്രീ വസന്ത് ശ്രീക്ക് അതായത് താങ്കൾ പറഞ്ഞുവല്ലോ ഈ സന്ദീപിനെയും സന്ദീപിന്റെ വരവും അല്ലെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സരിന്റെ വരവുമായി ബന്ധപ്പെട്ട് അതായത് ഒരിക്കലും നമുക്ക് രണ്ട് തലങ്ങളിൽ അല്ലെങ്കിൽ അളന്നു തൂക്കാൻ കഴിയില്ല. കാരണം അവിടെ സരിൻ പറഞ്ഞ വാചകങ്ങളും അത് കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടും പിന്നീട് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അത് അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിരൂക്ഷമായി വർഗീയപരമായിട്ടുള്ള ഒട്ടനവധി പരാമർശങ്ങൾ, ഗോഡ്സെ അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ, അവിടെ രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് ചികിത്സിക്കണമെന്നടക്കമുള്ള വളരെ ഗുരുതരമായ വാവിട്ട പരാമർശങ്ങൾ, ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ സംശുദ്ധരായിട്ട് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്, CPM ചോദിക്കുന്നത്. നോക്കൂ പ്രജീഷ്, അദ്ദേഹം വളരെ കൃത്യമായി മേയാ കുൾപ്പ മേയാ മാക്സിമ കുൾപ്പ എന്ന് വെച്ചാൽ എന്റെ പിഴ എന്റെ വലിയ പിഴ പറഞ്ഞതൊക്കെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ, പറഞ്ഞതൊക്കെ അവർക്ക് വേണ്ടി പണിയെടുത്തതിന്റെ പേരിലാണെന്നും അതൊക്കെ തെറ്റായിരുന്നു എന്നും മനസ്സിലാക്കി ഇന്നു മുതൽ ഞാനത് തിരുത്താൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ആർക്കും ഇത്ര വിമ്മിഷ്ടമുള്ള ഒരാൾക്ക് മാത്രമാണ്, അത് ബാലൻ സഖാവിനാണ്. അദ്ദേഹത്തിന് വേണ്ടി മാതൃഭൂമി പറ്റുമെങ്കിൽ 5 മണിക്ക് നഷ്ട സ്വപ്നങ്ങളെ നിങ്ങൾ എനിക്കൊരു ദുഃഖസിംഹാസനം പണിതു എന്ന പാട്ട് സ്പോൺസർ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ്. പിന്നെ സുരേന്ദ്രന് വേണ്ടി കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പരം
കാക്ക കൊത്തിപ്പോയി എന്നുള്ള പാട്ടും കൂടെ സ്പോൺസർ ചെയ്ത് കൊടുത്താൽ നന്നാവും. നോക്കൂ, സന്ദീപ് വാര്യറിനെ കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ടാണ്. കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന സംഘപരിവാർ കൂടാരത്തിൽ നിന്ന് വമിപ്പിച്ചിരുന്ന ആ വിഷ ഫാക്ടറിയുടെ വക്താവായി നിന്നെടുത്ത് നിന്ന് തന്റെ തെറ്റു മനസ്സിലാക്കി ഇതാ സ്നേഹത്തിന്റെ കടയ്ക്കൊപ്പം ചേർന്ന് മതേതര രാഷ്ട്രീയത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങ് പറഞ്ഞല്ലോ സരീനുമായി ഒരു കാര്യം, അങ്ങ് പറഞ്ഞു ശ്രീ പ്രജീഷ്, അങ്ങ് പറഞ്ഞു സരീനുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന്. കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഒരാൾ കടന്നുപോയത് ഇതിനേക്കാൾ വലിയ അസഭ്യം CPM-നെ പറ്റി പറഞ്ഞാണ്. അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അയാൾ പോയത് സീറ്റിന് വേണ്ടിയായിരുന്നു, ഇലക്ഷന്റെ തലേ ദിവസമാണ്. എന്നാൽ സന്ദീപ് ആ ഇലക്ഷന്റെ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും സ്ഥാനാർത്ഥിയാവാൻ ശരി വസന്ത്, ഒരു ഷോട്ട് കൂടി, ഒരു ഫെസ്റ്റിവൽ, മാതൃഭൂമി ന്യൂസിന്റെ ലിറ്റററി ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്ന് സന്ദീപ് വാര്യർ നടത്തിയ ഒരു പഴയ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ ശുംഭനോ എന്ന് കേക്കരനായരനെ നോക്കി പാടി എന്നുള്ളതാണ് ആ മഹാഭാവം വാര്യരൂട്ടി ചെയ്ത തെറ്റ്. അതിന്റെ പേരിലാ പോയി തല്ലിക്കൊന്ന്. നാളെ ഇവർ അധികാരം കിട്ടിയാൽ എന്നെ കൊല്ലില്ല എന്ന് വല്ല നിർബന്ധമുണ്ടോ? കോൺഗ്രസ്സുകാരുടെ ചരിത്രം അതാണ്. അധികാരം കിട്ടിയെടുത്ത് മുഴുവൻ ക്രഷ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിഷനെ. ഇനിയുമുണ്ട് ഒരു പ്രതികരണം, 2-3 പ്രതികരണമുണ്ട്. മറ്റൊരു പ്രതികരണം കൂടി കേൾക്കാം. ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധ ഭൗതിക ജാട കാണിക്കുകയാണ്, തട്ടിപ്പടത്താണ്. പിന്നെ നേതാവുണ്ടല്ലോ സതീശൻ, പുസ്തകം വായനയാണ്. കാരണം കേരളത്തിൽ എന്താണ്, കേരളത്തിലൊരു ഇടതുപക്ഷ ബുദ്ധി, ഒരു ജാടയുണ്ട്. പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ. എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോളും നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഞാൻ പറഞ്ഞു, ഈ ഇടതുപക്ഷ ജാർഗൻ ഉണ്ടല്ലോ, ഈ ഇടതുപക്ഷ ലൈൻ ഉണ്ടല്ലോ കോൺഗ്രസിലെ, ഇതാണ് കോൺഗ്രസിനെ മുച്ചൂട് നശിപ്പിച്ചത്. വേറൊരാളുണ്ടല്ലോ നടക്കുന്നയാള്, ആ ആളെ ഉപദേശിക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഇതൊക്കെയാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞത്. ഇതൊക്കെ ചെറിയ ഡോസാണ്, ഡോസ് കൂടിയ ഐറ്റംസ് ഒക്കെ നമ്മുടെ ലൈബ്രറിയിലൊക്കെ ഇരിപ്പുണ്ട്. കാരണം ഒരുപാട് പ്രസ്താവനകൾ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു കൈ ചേർത്ത് പിടിക്കൽ എന്നാണ്. കാരണം സ്നേഹത്തിന്റെ ഫാക്ടറിയിലേക്കാണ്, സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഞാനിനി പോകുന്നത് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. വിദ്വേഷത്തിന്റെ വക്താവെന്നാണ് ഏറ്റവും ഒടുവിലായി CPM വിശേഷിപ്പിക്കുന്നത്. എന്താണ്, CPM-നും ഒരു കണ്ണുണ്ടായിരുന്നല്ലോ സന്ദീപിൽ മേലിലേക്ക്, ശ്രീ M. ജയചന്ദ്രൻ? എന്നോടാണോ പ്രതീക്ഷ? അതെ. CPM-ന് സന്ദീപിന്റെ വരവിനെ പറ്റി പിന്നെ വസന്ത് പറഞ്ഞതുപോലെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഏറ്റവും മികച്ച ഒരു പരാമർശം ഇക്കാര്യത്തിൽ ശ്രദ്ധാർഹമായ ഒരു പരാമർശം നടത്തിയത് മറ്റാരുമല്ല, K. മുരളീധരനാണ്. മുൻ KPCC പ്രസിഡന്റ് ആണല്ലോ, മുൻ MP ആണല്ലോ, മന്ത്രിയൊക്കെ ആണല്ലോ, K. കരുണാകരൻ്റെ മകനും. അദ്ദേഹത്തിന്റെ പരാമർശം എന്തായിരുന്നു? പല രാഷ്ട്രീയ പാർട്ടികളിലും പരിശ്രമിച്ചു, കിട്ടിയില്ല. സ്നേഹത്തിന്റെ കടയിൽ തന്നെ നിൽക്കണം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറുകണ്ഠം ചാടരുത്. ഇതാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അത് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ എന്താണ് ഇതിൻ്റെ വസ്തുത അല്ലെങ്കിൽ അടിസ്ഥാനം? ഇപ്പോൾ പാലക്കാട്ടെ ബൈ ഇലക്ഷൻ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ പിന്നെ 2016 മുതൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്, UDF. ഇത്തവണ അവർക്ക് പിന്നെ സന്ദീപ് വാര്യരെ പോലെ എതിർപ്പാളയത്തിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് ആകർഷിച്ച് കൊണ്ടുവരാൻ തയ്യാറാവേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയും. ഒരു മിഡിൽ ലെവൽ നേതാക്കൾ ആ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ചിലരൊക്കെ മാറുന്നു, ലോവർ ലെവൽ നേതാക്കളും ചിലർ മാറുന്നു. അങ്ങനെയുള്ളൊരു സന്ദർഭം വന്നപ്പോഴേക്ക് സ്വാഭാവികമായും രാഷ്ട്രീയമാകുമ്പോൾ എല്ലാ സാധ്യതകളും പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തേടും. അങ്ങനെ നിങ്ങളും തേടിയിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ വിദ്വേഷത്തിന്റെ വക്താവായിരുന്നു ഇന്നലകളിൽ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. MP രാജേഷും A. റഹീമിന്റെയും പ്രതികരണമാണ് ഏറ്റവും ഒടുവിലായി കട്ടിയുള്ള പ്രതികരണമായി വരുന്നത്. പക്ഷെ എന്റെ പേര് M. ജയചന്ദ്രൻ എന്നാണല്ലോ. അപ്പൊ എനിക്ക് പറയണമല്ലോ, എന്റെ അഭിപ്രായത്തിൽ താങ്കൾ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങോട്ടൊരു പിന്നെ ബർത്ത് എൻട്രി കൊടുക്കുന്നത്? അത് പ്രധാനമായിട്ടും ഇപ്പോൾ LDF-ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും UDF-ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സന്ദീപിനെ വിലയിരുത്തിയത് മൂത്താന്തറയിലെ BJP വോട്ടുകളുടെ ഒരു പിന്നെ സമ്പാദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സമാഹരിക്കാൻ കഴിയുന്ന
ഒരു നേതാവ് എന്നുള്ള നിലയിലാണ്. പക്ഷേ BJP ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കി, അങ്ങനെ ഞങ്ങളുടെ വോട്ടുകൾ ഇൻടാക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട്, സന്ദീപിന്റെ കൂടെ പോകുന്നതല്ല ആ വോട്ടുകൾ എന്ന് അവർ തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പൊ സന്ദീപിനെ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് LDF കൊണ്ടുവന്നാലും UDF കൊണ്ടുവന്നാലും കാര്യം സ്പഷ്ടമാണ്. അതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോ LDF-ൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ MP രാജേഷോ മറ്റാർക്കെങ്കിലും ആ താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും യാതൊരു താല്പര്യവുമില്ലായിരുന്നു സന്ദീപ് വരുന്നത്. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ്. കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു ആകർഷകത്വം പിന്നീട് അങ്ങോട്ട് ഇയാൾക്ക് ഈ വ്യക്തിക്ക് വേണ്ടി, ഈ നേതാവിന് വേണ്ടി മുമ്പോട്ട് വെക്കാൻ CPM-ൽ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടുമില്ല എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്കറിയുന്ന കാര്യം ഇതാണ്, മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും സന്ദീപിന് വേണ്ടി താല്പര്യം എടുത്തിട്ടില്ല. അതാണ് അത് ചേർത്ത് വെക്കേണ്ടത്. എവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ മുരളീധരൻ പറഞ്ഞതുമായിട്ട് ചേർത്ത് വെക്കണം. ഈ മറ്റു പാർട്ടികൾ ശ്രമിച്ചു കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലെല്ലാം അടങ്ങുന്നുണ്ട്. ഇതാരും ശ്രമിച്ചില്ല എന്നും പറയേണ്ട കാര്യമില്ല. ഇതിവിടെ നടക്കാത്ത കാര്യമില്ല. സൈനിങ് കൊണ്ടുവന്നത് കോൺഗ്രസിൽ നിന്നാണല്ലോ. ഇപ്പൊ സന്ദീപ് വാര്യർ BJP-ന്ന് കോൺഗ്രസിലേക്ക് പോയി. അത് അങ്ങനെ ലളിതവൽക്കരിച്ച് കാണാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടാവുന്നത്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്തരം കക്ഷികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് KC വേണുഗോപാല്, VD സതീശൻ, ബെന്നി ബെഹനാൻ തുടങ്ങിയവർ ദിവസങ്ങളായി നടത്തുന്ന ഒരു തീവ്ര ശ്രമത്തിന്റെ ഫലമായിട്ടാണ് അൾട്ടിമേറ്റ് ആയിട്ട് 2 ദിവസം മുമ്പ് ഫൈനലൈസ് ചെയ്യപ്പെടുന്നതും ഇന്ന് ആ പ്രവേശം ഉണ്ടാകുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നും തിന്മയായിട്ടൊന്നും പറയുന്ന ആളല്ല ഞാൻ. അങ്ങനെ പറയാനും കഴിയില്ലല്ലോ. അടിയന്തരാവസ്ഥകൾ തുടങ്ങിയ പുസ്തകമാണല്ലോ കിസാ കുസീക്ക ആരുടെ കസേര എന്നുള്ള പുസ്തകം. അത് അന്ന് മുതൽ നമ്മൾ വായിക്കുന്നതല്ലേ. പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള ചാട്ടങ്ങളും മറുകണ്ടം ചാട്ടലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ആത്യന്തികമായി ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളിടത്താണ് പരിശോധനാ വിഷയമാക്കേണ്ടത്. അത് മാത്രമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ശ്രീ M. ജയചന്ദ്രൻ, ശ്രീ വസന്തശ്രീക്ക് സഹകരിക്കണം. കാരണം ചേവായൂരിൽ വീണ്ടും സംഘർഷം